ഒരു നോർത്ത് ഇന്ത്യൻ പരിപ്പ് കറി. അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദാൽ തടുക്ക അല്ലെങ്കിൽ ദാൽ ഫ്രൈ. ഒന്നുണ്ടാക്കി നോക്കിയാലോ? ഹലോ ഗൈസ്, എല്ലാവർക്കും ആദീസ് ലോകത്തേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിന് ആവശ്യമായ സാധനങ്ങൾ ഇതാണ്: ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ച പരിപ്പ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ആദ്യം തന്നെ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഞങ്ങളുടെ ഇവിടെ നല്ല ജീരകം എന്നാണ് പറയണത്, ചിലയിടത്തൊക്കെ ചെറിയ ജീരകം എന്നും പറയാറുണ്ട്. പിന്നെ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടി വറ്റൽമുളകൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതാക്കി മൂപ്പിച്ചെടുക്കാം, അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറണ വരെ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒന്ന് മൂത്ത് വന്നെന്ന് തോന്നുമ്പോൾ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ സവാളയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കളറ് മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം പൊടികളുടെ പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയെന്ന് മനസ്സിലാവുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ തക്കാളി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ആ തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടണ വരെ നല്ലോണം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കഴിഞ്ഞു, ഇത്ര ഉള്ളൂ പരിപാടി. തക്കാളി വെന്ത് വരുമ്പോൾ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അങ്ങോട്ട് ഇടാൻ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. ഉപ്പ് പോരെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇടാം. ഇനി നല്ല സുട ചോറിൻ്റെ കൂടെ നല്ല ദാൽ തടുക്ക അല്ലെങ്കിൽ ദാൽ ഫ്രൈ അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരിപ്പ് കറി അതൊന്നും ഇടാം. നല്ലോണം മിക്സ് ചെയ്ത് അങ്ങ് കഴിക്കുക. ആഹാ സുഖം, വേറെ ഒന്നും വേണ്ട ചോറിന്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.